സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണാവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC+2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏപ്രിൽ മാസത്തെ എക്സാം ഈ വരുന്ന 20-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമുക്കപ്പം അതിനു മുന്നേ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് മൊത്തം 7 മൊഡ്യൂൾസാണ് എക്സാമിനുള്ളത്. അതിൽ മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കിയാൽ മൊഡ്യൂൾ 1-ൽ നിന്ന് 4 മാർക്ക്, മൊഡ്യൂൾ 2-വിൽ നിന്ന് 22 മാർക്ക്, മൊഡ്യൂൾ 3 7, മൊഡ്യൂൾ 4 15 മാർക്സ്, മൊഡ്യൂൾ 5 15 മാർക്സ്, മൊഡ്യൂൾ 6-ൽ നിന്ന് 10 മാർക്സ്, മൊഡ്യൂൾ 7-ൽ നിന്ന് 12 മാർക്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള മാർക്കിൻ്റെ വെയിറ്റേജ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി എന്ന് വെച്ചാൽ, സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന രീതിയാണ്. 1-ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് 17-ാമത്തെ ക്വസ്റ്റ്യൻ വരെ 1 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, 18-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 28-ാമത്തെ ക്വസ്റ്റ്യൻ വരെ 2 മാർക്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ സെക്ഷൻ ബി എടുക്കുമ്പോൾ 29th ക്വസ്റ്റ്യൻ, 29-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 34-ാമത്തെ ക്വസ്റ്റ്യൻ വരെ വെരി ഷോർട്ട് ടൈപ്പ് ആൻസേഴ്സ് കൊടുക്കേണ്ട കൂട്ട് ക്വസ്റ്റ്യൻസാണ്. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വേർഡ്സിൻ്റെ എണ്ണം വെച്ച് നമ്മളൊരു ഇതിൽ പറയുവാണെങ്കിൽ ഒരു 30 to 50 വേർഡ്സ്, 30 to 50 വേർഡ്സിലും ഉള്ള കൂട്ട് ചെറിയ വെരി ഷോർട്ട് ആൻസേഴ്സാണ് നമ്മൾ 29-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 34-ാമത്തെ ക്വസ്റ്റ്യൻ വരെ കൊടുക്കേണ്ടത്. അതുപോലെ 35th 35-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 41-ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നമ്മൾ ആൻസേഴ്സ് ഒരു 50-നും 80-നും വേർഡ്സ് ലിമിറ്റ് നിൽക്കുന്ന പോലെ വേണം ആൻസർ ചെയ്യാൻ. പിന്നെ ഏറ്റവും ഫൈനൽ സെക്ഷനായ 42 തൊട്ട് 43-ാമത്തെ ക്വസ്റ്റ്യനിൽ 5 മാർക്കിൻ്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പം നമ്മൾ 80-നും 120-നും ലിമിറ്റ് വേർഡ്സിൽ നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പം ഓർ ക്വസ്റ്റ്യനും എല്ലാം നമ്മൾ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓർ ക്വസ്റ്റ്യൻ വരുന്നതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് അതിന് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് റെലവൻ്റ് ആയിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്നാലേ അതിനെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഇനി വരുന്നത് ഡിറൈവ് SI യൂണിറ്റ് ഓഫ് പവർ. പവറിൻ്റെ SI യൂണിറ്റ്. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ്, വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. വർക്ക് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ലെങ്ത് സ്ക്വയർ ബൈ ടൈം സ്ക്വയർ ആണ്. അപ്പം മാസ് ഇൻറ്റു ലെങ്ത് സ്ക്വയർ, മാസ് ഇൻറ്റു ലെങ്ത് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താകും? മാസിൻ്റേത് കിലോഗ്രാം, ലെങ്ത് സ്ക്വയർ അപ്പം മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ ബൈ ടൈം സ്ക്വയർ, പിന്നെ ബൈ യൂണിറ്റ് ഓഫ് ടൈം. അതപ്പം ടൈം തന്നെയാണ് വരുന്നത്, സെക്കൻഡ് തന്നെയാണ് വരുന്നത്. അപ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -3.
ഇതിലപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എ ആണ്. ഇനി എ കോമ്പൗണ്ട് ഫോംസ് ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ ഇറ്റ് ഈസ്. അപ്പം ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കൂടെ കൂടുന്ന ബോണ്ട് ഏതാണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് അയണിക് ബോണ്ടാണ്. എപ്പോഴും മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കൂടുമ്പം ഉണ്ടാകുന്ന ബോണ്ട്. അപ്പോൾ ഓപ്ഷൻ എ. ഇനി നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ, ദ റീസൺ ഓഫ് ബോണ്ടിങ് ഇൻ അയണിക് കോമ്പൗണ്ട് ഈസ്. അപ്പോൾ അയണിക് കോമ്പൗണ്ട്സ് തമ്മിൽ ബോണ്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇത് തമ്മിൽ അയണിക് കോമ്പൗണ്ട്സ് തമ്മിൽ ബോണ്ട് ഉണ്ടാകാനുള്ള കാരണം. ഓപ്ഷൻ സി. Fourth question, a substance which has a high melting point conducts electricity when dissolved in water and has a crystalline structure probably has what type of bond? Okay. അപ്പം ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് അത് ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും, വെള്ളത്തിൽ അലിയുകയും ചെയ്യും. അപ്പം വെള്ളത്തിൽ അലിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഉള്ളത്. അത്തരം സബ്സ്റ്റൻസിന് എന്ത് തരം ബോണ്ടാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ഒരു സംശയവുമില്ല, അയണിക് ബോണ്ടാണ് ഉള്ളത്. കാരണം അത് അയണിക് ബോണ്ടിന് മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ. സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അയണിക് ബോണ്ടിനാണ് ഉള്ളത്. അയണിക് ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താ, എലമെൻറ്റ്സ് പ്ലസ്സും മൈനസും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Na+, Cl-, ഇവ തമ്മിൽ ഉണ്ടാകുന്നത് അയണിക് ബോണ്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള എലമെൻറ്റ്സ് തമ്മിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് എപ്പോഴും അയണിക് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. വിച്ച് കോമ്പൗണ്ട് ഹാസ് അയോൺസ് ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വഴി ഉണ്ടായേക്കുന്ന അയോൺസ് ഫോം ചെയ്തേക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ്. അത് CaSO4 ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ജനറലി ഡു നോട്ട് ഫോം കോമ്പൗണ്ട്? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് നോബിൾ ഗ്യാസസ്. അവർ കംപ്ലീറ്റ്ലി സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള കോമ്പൗണ്ട്സ് എന്താണ്? ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയോ ഒന്നും വേണ്ട, കാരണം അവർ ഒക്ടറ്റ് അറ്റൻഡ് ചെയ്ത് സ്റ്റേബിളാണ്. അപ്പോൾ നോബിൾ ഗ്യാസസിൻ്റെ ലിസ്റ്റിൽ ഏത് എലമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും അത് സ്റ്റേബിളായിരിക്കും. സോ ഇവിടുത്തെ നോബിൾ ഗ്യാസസിൻ്റെ ലിസ്റ്റിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ് ബി, നിയോൺ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മൊമെൻറ്റം ക്ലോസ്ലി റിലേറ്റഡ് ടു? അപ്പോൾ മൊമെൻറ്റം ഇതിൽ ഏതുമായിട്ടാണ് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ എ ആണ്, ഇമ്പൾസ്. Question 7. Which of the following is true of the third law of motion? അപ്പോൾ തേർഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ ഏതാ? ന്യൂട്ടൻ്റെ ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം എല്ലാ ആക്ഷനും ഈക്വലായിട്ടും ഓപ്പോസിറ്റായിട്ടും ഒരു റിയാക്ഷൻ നടക്കും. അവിടെ അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് ഡിഫറെൻറ്റ് ബോഡീസിലും ആക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് എനർജി? എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ ജൂള് എനർജിയുടെ യൂണിറ്റാണ്, ന്യൂട്ടൺ മീറ്റർ എനർജിയുടെ യൂണിറ്റാണ്, പിന്നെ കിലോ വാട്ട് അവറും എനർജിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ടാണ്. കിലോ വാട്ട് അവർ എനർജിയുടെ യൂണിറ്റാണ്, പക്ഷേ കിലോ വാട്ട് സി അത് എനർജിയുടെ യൂണിറ്റ് അല്ല.
The potential energy of the boy is maximum when he is. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? കൈനറ്റിക് എനർജി മോഷൻ്റെ സമയത്തും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മോഷൻലെസ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ മാക്സിമം ഹൈറ്റ് നിൽക്കുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബോയ് സ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് അവൻ്റെ മാക്സിമം ഹൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ബോയ് നിൽക്കുമ്പോഴാണ്, ആ കുട്ടി നിൽക്കുമ്പോഴാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കാണപ്പെടുന്നത്. ഇനി എ ബോഡി ഈസ് ഫോളിങ് ഫ്രം എ ഹൈറ്റ് h. ആഫ്റ്റർ ഇറ്റ് ഹാസ് ഫോളൻ എ ഹൈറ്റ് h/2 ഇറ്റ് വിൽ പൊസസ്. അപ്പോൾ h ഹൈറ്റുള്ള പൊക്കത്തിൽ നിന്ന് ഒരു സാധനം താഴേക്ക് വീഴുവാണ്. അപ്പം പകുതി ഹൈറ്റ് അത് കവർ ചെയ്തു. ഇപ്പോൾ ഇനി പകുതി ഹൈറ്റും കൂടിയോ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഉള്ള എനർജിയുടെ അളവാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? എനർജിയും ഹാഫ് ആകും. അതായത് ഹാഫ് കൈനറ്റിക് എനർജി, ഹാഫ് പൊട്ടൻഷ്യൽ എനർജി. ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. എ പേഴ്സൺ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എ പേഴ്സൺ ഹാവിങ് എനി ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം എല്ലാവരിൽ നിന്നും ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഏതാണ്? AB. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ABയെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും Oയെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നുമാണ് നമ്മൾ പറയുന്നത്. കാരണം AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. അതുപോലെ തന്നെ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആർക്ക് വേണേലും ബ്ലഡ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ഒരാൾക്ക് ആരിൽ നിന്ന് വേണേലും ബ്ലഡ് ഗ്രൂപ്പ്, ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് വേണേലും ബ്ലഡ് സ്വീകരിക്കാം. അയാളുടെ ഗ്രൂപ്പ് ഏതാണ്? അപ്പം AB. ഓർ ക്വസ്റ്റ്യൻ, ജനറ്റിക് ഡിസീസ് മേ നൗ ബി ക്യൂർഡ് ബൈ. അപ്പോൾ ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പം എങ്ങനെയാണ് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നത്? ഇപ്പം പുതിയ ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം ജീൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ചൈൽഡ് വിൽ ബി മെയിൽ ബിക്കോസ് ഓഫ്. ഓക്കെ, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തെളിയിക്കുന്നത് അവരിൽ അടങ്ങിയിരിക്കുന്ന ക്രോമസോം ഏതാണെന്ന് നോക്കിയാണ്. ആൺകുട്ടിയാണെങ്കിൽ അവരിൽ XY ക്രോമസോമും പെൺകുട്ടിയാണെങ്കിൽ അവരിൽ XX ക്രോമസോമും കാണപ്പെടുന്നത്. അപ്പോൾ ആകെപ്പാടെ വ്യത്യാസം വരുന്നത് ആൺകുട്ടിയാണെങ്കിൽ XY ക്രോമസോമും പെൺകുട്ടിയാണെങ്കിൽ XX ക്രോമസോമുമാണ് ഉള്ളത്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? X അല്ലാത്ത മറ്റേത് ക്രോമസോം, Y ക്രോമസോം ഉള്ള ആരാണ് ഉള്ളതെന്ന്. അപ്പം ദ Y ക്രോമസോം ഇൻ ദ സൈഗോട്ടാണ് ആൻസർ. ഓപ്ഷൻ ബി. ചൈൽഡ് മെയിൽ ആണെങ്കിൽ അതിൽ Xഉം Yയും കാണും ക്രോമസോംസ്. Or question, in which one of the following types of asexual reproduction does the parent give rise to new individual and lose its own identity? ഏത് അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് പാരൻ്റ് ഇല്ലാതായിട്ട് കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതെന്ന്? അത് നമ്മുടെ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. ബൈനറി ഫിഷൻ്റെ സമയത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ പാരൻ്റ് സെൽസ് ഡിവൈഡ് ചെയ്യും. പാരൻ്റ് സെൽസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം അത് സ്പ്ലിറ്റായിട്ട് പുതിയതായിട്ടുള്ള ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ പാരൻറ്റിന് മൊത്തത്തിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേക്കും പാരൻ്റ് നിലനിൽക്കത്തില്ല. പാരൻ്റ് ഇല്ലാതാകുകയും പുതിയതായിട്ട് ഡോട്ടർ സെൽസ് ഉണ്ടാകുകയാണ് ബൈനറി ഫിഷനിൽ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ ഫ്രം അക്വയറിങ് STDs? STDയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി കോണ്ടം. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. The electronic configuration of an element is found to be 2,4. How many bonds can one carbon atom form in a compound? അപ്പം 2,4 എന്ന് പറയുമ്പം സ്റ്റേബിൾ ആണെങ്കിൽ ആ
നിലനിൽക്കുന്ന 4 ഇലക്ട്രോൺസിനെ കൊടുത്താൽ സ്റ്റേബിൾ ആവും ഈ പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ്. ഇപ്പോൾ അത് എക്സ് എന്ന് ഞാൻ എടുക്കുന്നു. കാർബൺ എത്രയാണ് നമ്പർ? 6. കാർബണിൻ്റേത് 2 4 എന്നാണ്. കാർബൺ ഒന്നെങ്കിൽ 4 എണ്ണം കിട്ടുകയോ അല്ലെങ്കിൽ 4 എണ്ണം കളയുകയോ ചെയ്താൽ കാർബണും എന്താണ് സ്റ്റേബിൾ ആകാൻ പറ്റും. അപ്പോൾ കാർബൺ എത്ര കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും? 4 കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്.